ഹായ് ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അത് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. കോഴിമുട്ട വെച്ചിട്ട് ഒരു ബജിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബജി നമുക്ക് ഒരുപാട് തരത്തിൽ ബജി ഉണ്ടാക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്ന കോഴിമുട്ട 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി. ഇത് 3 പൊടി പൊടിയായി അരിഞ്ഞ് മാറ്റിവെക്കുക. പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക പാത്രത്തിലേക്ക്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ അരിഞ്ഞു വെച്ചതും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ട് അത് നമുക്ക് പൊരിച്ചെടുക്കാം. അത് 2 ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കത് 4 ആക്കി മുറിക്കാം. അപ്പൊ നമുക്കതൊരു 8 പീസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് പൊരിച്ചതിന് ശേഷം നമുക്കത് മാറ്റിവെക്കാം. അതിനുശേഷം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടലമാവും, കുറച്ച് മുളക് പൊടിയും, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് കുറുകനെ കലക്കി നമുക്ക് വെക്കാം. അത് ലൂസായിട്ട് കലക്കരുത്, ഇച്ചിരി തിക്കായിട്ട് കലക്കി വെക്കുക നമ്മൾ. ആ ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. എന്നിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അത് എണ്ണ ഒഴിക്കുക. വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിമുട്ട ഉണ്ടല്ലോ, അത് പീസാക്കി വെച്ചിരിക്കുന്നത്, ആ പീസ് ഓരോന്നും ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് തിരിച്ചും മറിച്ചും ഇട്ട് വെന്തതിന് ശേഷം നമുക്കത് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ നമുക്ക് വറുത്ത് കോരി വെക്കാം. അപ്പോൾ നമ്മുടെ ബജി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾക്കൊരു സർവിംഗ് ബൗളിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ വൈകിട്ട് നമ്മൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതിന്റെ എല്ലാം കറക്റ്റ് അളവുകൾ ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ ആരും മറക്കരുത്. കറക്റ്റ് അളവുകൾ ഞാൻ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ വീണ്ടും കാണാം.